ഹലോ മക്കളെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യെസ്. അപ്പോൾ നിങ്ങളെന്താക്കാം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പക്ക ഷെയർ ചെയ്തിട്ട് എല്ലാവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ക്ലാസ് കൃത്യമായി വാച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം കെമിസ്ട്രി വരുന്നത് +2 കെമിസ്ട്രിയുടെ എക്സാം വരുന്നത് 27-ാം തീയതിയാണല്ലേ. ലാസ്റ്റ് എക്സാമാണ് 27-ാം തീയതി കെമിസ്ട്രി. അപ്പോൾ അതിലേക്ക് ആവശ്യമായ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്കഷൻ വരും ദിവസങ്ങളിൽ നമ്മൾ ഇടുന്നതായിരിക്കും. യെസ്, അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താക്കുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക. ഓക്കെ, പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്ത് ചാറ്റ് ബോക്സിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. യെസ്, നമ്മൾ തുടങ്ങാൻ പോവുകയാണ് മക്കളെ. സൊല്യൂഷൻസിൽ കൃത്യമായി 100% വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതായി താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ നോട്ട് കിട്ടും കേട്ടോ. യെസ്. അതുപോലെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡിസ്കഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവുകയാണ് മക്കളെ. ലൈക്സ് ഡിസോൾവ്സ് ലൈക്ക് വാട്ട് ഇറ്റ്സ് ഡിനോട്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ മക്കളെ, പോളാർ സൊല്യൂട്ട്സ് പോളാർ സോൾവെൻസിലും നോൺ പോളാർ സൊല്യൂട്ട്സ് നോൺ പോളാർ സോൾവെൻസിലുമാണ് ഡിസോൾവ് ചെയ്യുക എന്നുള്ളത് എഴുതി കൊടുത്താൽ മതി. യെസ്, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, നെക്സ്റ്റ്, അക്വാറ്റിക് ആനിമൽസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ ഹോട്ട് വാട്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജലത്തിലുള്ള ജീവികൾക്ക് കോൾഡ് വാട്ടറിലാണ് കുറച്ച് കംഫർട്ടബിൾ. കാരണം എന്താടാ മക്കളെ, സൊല്യൂബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ്. അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി കൂടും. സൊല്യൂബിലിറ്റി പറയുമ്പോൾ ഇവിടുത്തെ ഓക്സിജൻ എന്താവും, കൂടുതൽ വെള്ളത്തിൽ ഡിസോൾവ് ആവും എന്നുള്ളത് കൊണ്ട് കോൾഡ് വാട്ടറിലാണ് കംഫർട്ടബിൾ എന്നുള്ള ആൻസർ. ഓക്കെ, ആൻസറൊക്കെ ഇവിടെ ഉണ്ട്. ഹെൻറീസ് ലോ എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതാണ് ഹെൻറീസ് ലോ എന്താണെന്നുള്ളത്. അതിൻ്റെ 3 ആപ്ലിക്കേഷൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതുപോലെ സോഡ വാട്ടറൊക്കെ അത് ബോട്ടിൽ സീൽ ചെയ്യുന്ന സമയത്ത് ഹൈ പ്രഷർ കൊടുക്കും. ഓക്കെ, സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഡൈല്യൂട്ടഡ് ഹീലിയം സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ സിലിണ്ടേഴ്സിൽ ഫില്ല് ചെയ്യും. അവരുടെ ബെൻഡ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ, ബ്ലഡ് ബബിൾ പോലെ നിൽക്കുന്നൊരു കണ്ടീഷൻ, ബെൻഡ്, അത് അവോയ്ഡ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ മെഡിക്കലാണ് അനോക്സിയ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അനോക്സിയ ഉണ്ടാവാനുള്ള റീസൺ ഹൈ പ്രഷർ കുറഞ്ഞ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ആ ഒരു 3 പഠിച്ചു വെക്കുക. ചിലപ്പോൾ 2 എഴുതാനുണ്ടാവുള്ളൂ, അപ്പോൾ 2 എഴുതിയാൽ മതി. ഓക്കെ, ഹെൻറീസ് ലോ പഠിക്കണം. ഹെൻറീസ് ലോ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. നെക്സ്റ്റ്, റൗൾസ് ലോ പഠിക്കണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് റൗൾസ് ലോ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ. വോളട്ടൈൽ ലിക്വിഡ് അവരുടെ മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഒരു കോമ്പൗണ്ട്. ഓക്കെ, അതുപോലെ ഐഡിയൽ സൊല്യൂഷൻ റൗൾസ് ലോ ഒബേ ചെയ്യുന്നവൻ ഐഡിയലും നോൺ ഐഡിയൽ ആകുമ്പോൾ റൗൾസ് ലോ ഒബേ ചെയ്യാത്തവരും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേപ്പർ പ്രഷർ ഗ്രാഫ് വരയ്ക്കാനാണ്. മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കാൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഹാവിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരെ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കാൻ പറഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്യണം, നമ്മുടെ റൗൾസ് ലോൻ്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയല്ലേ. യെസ്, ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിലേക്കാക്കി ഇങ്ങനെ ഡോട്ടഡ് ലൈൻ കാണിക്കാം. ഓക്കെ, ഇതിങ്ങനെ മുകളിലേക്ക് കാണിക്കാം. നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ താഴേക്ക് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് കാണിക്കാം. അപ്പോൾ ആ ഒരു ഗ്രാഫ് ഞാൻ രണ്ടും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇത് പോസിറ്റീവ് ആക്കണ്ട. മുകളിലൂടെ പോകുന്നത് പോസിറ്റീവ്, താഴെയൂടെയാണ് പോകുന്നതെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, ഒറിജിനൽ ഗ്രാഫിൻ്റെ താഴെയൂടെ പോയ നെഗറ്റീവ്, മുകളിലൂടെ പോയ പോസിറ്റീവ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, which type deviation from Raoult's law show mixture acetone and ethanol, phenol and alanine? Why എന്താണ് ചോദിച്ചിരിക്കുന്നത്. അവർ തമ്മിലുള്ള അസറ്റോണും എത്തനോളും പോസിറ്റീവാണ്, മറ്റേതാണ് നെഗറ്റീവാണ്. അവിടെ ബോണ്ടിങ്, ഹൈഡ്രജൻ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യുന്നതും മേക്ക് ചെയ്യുന്നതും ആ 2 പോയിന്റുകൾ നിങ്ങൾ എഴുതി കൊടുക്കണം. യെസ്, അസിയോട്രോപ്പ് എന്താണ്, മിനിമം ആൻഡ് മാക്സിമം. മിനിമം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, മാക്സിമം ആഡ് ചെയ്യട്ടോ. മാക്സിമം ചോദിക്കാം. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ബൈനറി മിക്സ്ചേഴ്സ് ഹാവിങ് സെയിം കോമ്പോസിഷൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. ലിക്വിഡിലും വേപ്പർ ഫേസിലും ഒരേ കോമ്പോസിഷൻ ഉള്ളവരാണ് ബൈനറി മിക്സ്ചേഴ്സാണ് അവർ അസിയോട്രോപ്സ്. ഓക്കെ, അവരെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനോ വെച്ചിട്ടൊന്നും അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. പിന്നെ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പാണ് 2 ക്ലാസിഫിക്കേഷൻ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. മാക്സിമം ആകുമ്പോൾ നെഗറ്റീവ്. മാൻ എന്ന് പഠിച്ചു വെച്ചാൽ മതി. മാൻ. ഓക്കെ, മാൻ. മാക്സിമം അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. ഓക്കെ, മാൻ എന്ന് പഠിക്കാം. അതിന് എക്സാമ്പിൾ
മിനിമം ഉള്ളതിന് ഏതാടാ റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണ് എക്സാമ്പിൾ. ഓക്കെ, മാക്സിമം ആണെങ്കിൽ ഏതാണ് മക്കളെ 68% നൈട്രിക് ആസിഡ് ആൻഡ് 32 വാട്ടർ എന്നുള്ള രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാൻ ഹോഫ് ഫാക്ടർ എന്താണ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. എടാ വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എഴുതിക്കോ, ഡിസോസിയേഷനോ അസോസിയേഷനോ നടക്കുമ്പോൾ ആ നോർമൽ മോളാർ മാസിൽ നിന്നുള്ള ഒരു ഡീവിയേഷൻ അഥവാ അബ്നോർമൽ മോളാർ മാസ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസോസിയേഷനോ അസോസിയേഷനോ നടക്കുമ്പോൾ അബ്നോർമൽ മോളാർ മാസ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാൻ ഹോഫ് ഫാക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാൻ ഹോഫ് ഫാക്ടർ അത് എന്താണ്? റെക്ടിഫൈ ദ അബ്നോർമൽ മോളാർ മാസ് വെൻ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ടേക്ക് പ്ലേസ് എന്ന് എഴുതാം. അതുപോലെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, 3 ഇക്വേഷൻ ഉണ്ട്, ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ എന്താക്കണം, പഠിക്കണം. ഓക്കെ, നമ്മളോട് ചോദിക്കാറുണ്ട് സോൾട്ട് തന്നിട്ട് അത് ഏത് അതിൻ്റെ വാൻ ഹോഫ് ഫാക്ടർ കണ്ടെത്താൻ. ഇപ്പോൾ NaCl അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മൂന്നാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കിക്കോ, NaCl ഇടാം. NaCl ഡിസോസിയേറ്റ് ചെയ്താൽ Na പ്ലസും അതുപോലെ പ്ലസ് Cl മൈനസും ആണ് മാറാം. നമ്മുടെ ഇക്വേഷൻ നോക്കിക്കേ, നമ്പർ ഓഫ് മോൾസ് പാർട്ടിക്കിൾ ആഫ്റ്റർ അസോസിയേഷൻ എത്ര മോൾസ് ഉണ്ട്? ഇതാ 1 2 2 മോൾസ് ആണ് ആഫ്റ്റർ അസോസിയേഷൻ ഉള്ളത് അല്ലേ, ശേഷം അസോസിയേറ്റ് ചെയ്ത അല്ലെ ഡിസോസിയേഷൻ. ഇവിടെ ഡിസോസിയേഷൻ ആണ് നടന്നത്, അപ്പോൾ ഡിസോസിയേഷൻ ശേഷം 1 2 2 മോള് സംഭവങ്ങളുണ്ട്. ഓക്കെ, കോമ്പൗണ്ട്സ് ഉണ്ട്. എടാ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മോൾസ് പാർട്ടിക്കിൾ ബിഫോർ അസോസിയേഷൻ, ബിഫോർ അതായത് അസോസിയേഷനോ ഡിസോസിയേഷൻ നടക്കുന്നതിന് മുമ്പ് എത്ര ഉണ്ട്? NaCl എന്ന് പറഞ്ഞാൽ ഒറ്റ കോമ്പൗണ്ടാണുള്ളത്. അപ്പോൾ 2/1 അഥവാ 2 എന്ന് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ നമ്മൾ എഴുതാൻ പോവാണ് മക്കളെ. ഇത് 2 ആണ്, NaCl 2 ആണ്. AlNO3 ടൈസ് ആണ്. അപ്പോൾ Al എന്ന് പറയുന്നത് 1 ആണ്. Al എന്ന് പറയുന്നത് 1 ആണ്. NO3 എന്ന് പറഞ്ഞാൽ ഒറ്റ കോമ്പൗണ്ട് എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 3ഉം, അപ്പോൾ 3 + 1 എത്ര ഇടാം? 4. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക? 4 ആണ് ആൻസർ വരിക. K2SO4 എത്ര ഉണ്ടാവും അവിടെ? അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. K2SO4 എത്ര ഉണ്ടാവും, അതേപോലെ Al2SO4 എത്ര ഉണ്ടാവും എന്ന് രണ്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ ലൈവ് ചാറ്റിലല്ല, നമ്മുടെ വീഡിയോ കമൻറ്റിൻ്റെ സെക്ഷനിൽ നിങ്ങൾ എന്താക്കണം, ആൻസർ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. യെസ്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്, ഏതൊക്കെയാണ് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നമ്മുടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് ഓൺലി ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. ഓക്കെ, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുക. റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. യെസ്, എടാ ഇത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ടാവും. ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഒന്നിനെ വെച്ച് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷറിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പഠിക്കണം. എടാ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എടാ ഇത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻ്റ് ആണ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻ്റ് ആണ് കേട്ടോ, ഈ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷനും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ പഠിക്കുക. ഇതിലെപ്പോഴും ഈ M2 ഉണ്ടല്ലോ, മാസ് ഓഫ് സൊല്യൂട്ട്, ഈ മാസ് ഓഫ് സൊല്യൂട്ട് കാണാനാണ് എപ്പോഴും ചോദിക്കുക. M2 എല്ലാത്തിനും M2 എന്താണെന്ന് ചോദിക്കുക. ബാക്കി എല്ലാത്തിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ട് M2 കണ്ടെത്താനാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ന്യൂമറിക്കൽ എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലടാ എന്താ കണ്ടില്ലേ, ഏടെ നോൺ ഇലക്ട്രോളിൽ ബെൻസീനിൽ ഫ്രീസിംഗ് പോയിൻ്റ് ആണ് തന്നിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. നമ്മളോട് മാസ് ഓഫ് സൊല്യൂട്ടാണ് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് M2 ആണ് കണ്ടെത്തുന്നത്. ഏത് വെച്ചിട്ടാണ് ഫ്രീസിംഗ് പോയിൻറ്റിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് M2 കണ്ടെത്തുക, ബാക്കിയുള്ള നമുക്ക് അതിൽ തന്നിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏതാടാ, ബോയിലിംഗ് പോയിൻറ്റിൻ്റെ കണ്ടെടുത്ത് നമ്മളോട് മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്. അപ്പോൾ എല്ലാത്തിലും M2 ആണ് കണ്ടെത്താൻ പറയുക. അപ്പോൾ എന്തൊക്കെ തന്നാലും ഇക്വേഷൻ ഉണ്ടാവും, ഡയറക്റ്റ് കിട്ടിയ വാല്യൂസ് നമ്മളിങ്ങനെ എഴുതി വെക്കുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, M2 കണ്ടെത്തുക. എടാ ഇത് ഓസ്മോട്ടിക് പ്രഷറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ഇത് ഷുവറായിട്ടും ഉണ്ടാവും. ഓക്കെ, ഷുവറായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതേ വാല്യൂ മാറാതെ ചിലപ്പോൾ തരാം, ചിലപ്പോൾ ഇവിടെ ചെറിയ മാറ്റം 200 ആക്കിയിട്ടും തരാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചോ, ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിക്കും, ഇത് രണ്ടും സെയിം ഏകദേശം ഇതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇതുപോലെ ചോദിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 ഇക്വേഷൻ പഠിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഡിറ്റർമിൻ ദ മോളാർ മാസ് ഓഫ് പോളിമേഴ്സ്, ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രിഫേർഡ് അതർ ദാൻ അതർ പ്രോപ്പർട്ടീസ് വൈ എന്നാണ് ചോദിച്ചത്. എടാ ഏതൊക്കെ മോളാർ, നമ്മൾ ആണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസെക്കാട്ടിലും മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഓസ്മോട്ടിക് പ്രഷറാണ് പ്രിഫർ ചെയ്യാറ്. അതിൻ്റെ കാരണം ചോദിക്കാറുണ്ട്. ഒരു 4 എണ്ണം പഠിച്ചു വെക്കാം. ഓക്കെ, എടാ ഇവർക്ക് എന്താണ് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെ മൊളാരിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ബാക്കിയുള്ളതിലൊക്കെ മൊളാലിറ്റി യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് മൊളാരിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് ചെറിയ ഡൈല്യൂഷൻ തന്നെ വലിയൊരു വാല്യൂ തരും. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓസ്മോട്ടിക് പ്രഷർ ഗിവൻ ഈവൻ എ വെരി ഡൈല്യൂഷൻ. പിന്നെ അതുപോലെ ബയോമോളിക്യൂൾസിൻ്റെ ഒക്കെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഓസ്മോട്ടിക് പ്രഷറാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ടാണ് എപ്പോഴും ഓസ്മോട്ടിക് പ്രഷറിന് കുറച്ചുകൂടെ മുൻഗണനയുള്ളത്. ഫോർ ഇൻട്രാവീനിയസ് ഇഞ്ചക്ഷൻ ഓൺലി സൊല്യൂഷൻ വിത്ത് ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ടു ദാറ്റ് ഓഫ് 0.9 NaCl സൊല്യൂഷൻ ഈസ് യൂസ്ഡ് വൈ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ഇൻട്രാവീനിയസ് നമ്മൾ ഞരമ്പിലേക്ക് അടിക്കുന്ന ഇഞ്ചെക്ഷൻസിന് എപ്പോഴും ഒരു 0.9% NaCl ആണ് അവരുടെ ഒരു യൂസ് ചെയ്യാറ്. നമ്മൾക്ക് ഇഞ്ചെക്ഷൻ വെക്കുന്ന സമയത്ത് ആ മരുന്നിലുണ്ടാവുക. ഓക്കെ, അത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഐസോട്ടോണിക് ആവാൻ വേണ്ടിയിട്ടാണ് ഐസോട്ടോണിക് വിത്ത് RBC ആവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഐസോട്ടോണിക് വിത്ത് RBCൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ദിസ് ബിക്കോസ് ഫ്ലൂയിഡ് ഇൻസൈഡ് അവർ ബ്ലഡ് സെൽ ഈസ് ഐസോട്ടോണിക് വിത്ത് 90%. അപ്പോൾ 0.9%. അപ്പോഴാണ് ഈ വാല്യൂ കറക്റ്റ് ആവുക. അപ്പോൾ എന്താ ഓസ്മോസിസ് ഉണ്ടാവില്ല, പ്രഷർ വേരിയൻസ് ഇല്ല. രണ്ടിടത്ത് ഒരേ പ്രഷറാണെങ്കിൽ അതിനൊന്നും സംഭവിക്കില്ല. ഓരോടത്ത് പ്രഷർ കൂടി അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ RBC പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഐസോട്ടോണിക് വിത്ത് RBC എന്ന് എഴുതിയാൽ മതി. യെസ്, ഓസ്മോട്ടിക് പ്രഷർ എന്താണ് എന്നുള്ളത് എഴുതാം. ഡിഫൈൻ ദ എക്സസ് പ്രഷർ ബെസ്റ്റ് ബി അപ്ലൈഡ് ദ ഹൈ കോൺസെൻട്രേഷൻ ടൈപ്പ് സൈഡ് കേട്ടോ. അതുപോലെ റിവേഴ്സ് ഓസ്മോസിസ് എന്താടാ, ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടിലും നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അവിടെ റിവേഴ്സ് ഓസ്മോസിസ് കേട്ടോ. എസ് ആണ്, T ആണ് അവിടെ കൊടുത്തത്, ഓസ്മോസിസ് ആണ് വരിക. ആപ്ലിക്കേഷൻ ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്, ഡീസലൈനേഷൻ ഓഫ് വാട്ടർ. ഇവിടെ ആപ്ലിക്കേഷൻ ഓഫ് ഓസ്മോസിസ് എന്നാണ് കൊടുത്തത്, റിവേഴ്സ് ഓസ്മോസിസ് ആണ് കേട്ടോ, റിവേഴ്സ് ഓസ്മോസിസ്. നെക്സ്റ്റ് മൊളാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 60 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ്റെ ലൈവ് വരും ഇന്ന് 26-ാം തീയതി 7:30 യൂട്യൂബിൽ എന്തുണ്ടാവും, ഒരു ലൈവ് ഉണ്ടാവും. ഓക്കെ, ആ സമയത്ത് നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററിൻ്റെ ഇതുപോലത്തെ ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, താങ്ക് യു.